രണ്ടാമതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നാം ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുക. ഇന്ന് ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഹറാമായ കാര്യങ്ങൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാവ് കൊണ്ടുള്ള ഫിത്ന. നമ്മുടെ നാവ് കൊണ്ടുള്ള ഫിത്ന, പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിക്കുക. വല്ലാഹി വല്ലാഹി അത് അമലുകളെ നശിപ്പിച്ചു കളയും. ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക്കും ഇമാം ബസ്സാറും ഒക്കെ ഉദ്ധരിക്കുന്ന സംഭവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വായിൽ കല്ല് വെച്ച് നിൽക്കുന്നത് കണ്ടു. കല്ല് വെച്ചുകൊണ്ട് അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറുൻ ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗ്ഗാവകാശിയാണ്. ആ അബൂബക്കർ വായിൽ കല്ല് വെച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ചോദിച്ചു, അബൂബക്കർ താങ്കൾ എന്തിനാണ് വായിൽ കല്ല് വെച്ചത്? അദ്ദേഹം പറഞ്ഞു, ഹാദല്ലദീ ഔറദനിൽ ബവാരിദ്, ഇതാണ് എന്നെ നശിപ്പിക്കുന്നത് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. നാം എത്ര നിസ്സാരമായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഒരിക്കൽ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി ചെന്നു. അദ്ദേഹം രോഗമായി കിടക്കുകയാണ്. അദ്ദേഹം മരണാസന്നമായി കിടക്കുമ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നതാണ്. ഇമാം ഇബ്നു വഹബ് അദ്ദേഹത്തിന്റെ ജാമിഅയിലും ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിലൊക്കെ ഉദ്ധരിച്ച സംഭവമാണ്. അങ്ങനെ അബൂ ദുജാനയോട് ചോദിച്ചു, താങ്കൾ മരണാസന്നമായ സമയത്തും താങ്കളുടെ മുഖത്ത് പുഞ്ചിരി കാണാൻ സാധിക്കും. താങ്കൾ പുഞ്ചിരിച്ചിട്ടാണുള്ളത്. താങ്കൾ എന്താണ് ചെയ്യാറുള്ളത്? താങ്കൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന അമലുകൾ ഏതാണ്? അദ്ദേഹം പറഞ്ഞു, 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം ഞാൻ സംസാരിക്കില്ല. എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ സംസാരിക്കുകയില്ല. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കും. രണ്ടാമത്തേത്, എനിക്ക് ഒരു വിശ്വാസിയോടും മനസ്സിൽ വെറുപ്പില്ല. ഒരു വിശ്വാസിയോടും എനിക്ക് മനസ്സിൽ വെറുപ്പില്ല. എല്ലാവരോടും എന്റെ മനസ്സ് ക്ലിയറാണ്. ഈ 2 കാര്യങ്ങളിലാണ് എനിക്ക് പ്രതീക്ഷ എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഇബ്നു വഹബ് അദ്ദേഹത്തിന്റെ ജാമിഅയിൽ ഉദ്ധരിക്കുന്ന ആധാറുകളിൽ നമുക്ക് കാണാം. ഒരിക്കൽ ആസിം ഇബ്നു അബി നജൂദ് റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ ഒരിക്കൽ അബൂ വാഇൽ ഷഖീഖ് ഇബ്നു സലമയുടെ കൂടെയായിരുന്നു. കുറച്ചു കാലം അദ്ദേഹത്തിന്റെ കൂടെ ചെലവഴിച്ചു. മാ സബ്ബ അബൂ വാഇൽ ഇൻസാനൻ ഖത്ത് വല ഹയവാനൻ, ഒരു ജീവിയെ, ഒരു മനുഷ്യനെ പോയിട്ട് ഒരു മൃഗത്തെ പോലും അബൂ വാഇൽ ഷഖീഖ് ഇബ്നു സലമ താബിഈ പണ്ഡിതൻ അദ്ദേഹം ചീത്ത വിളിക്കാറില്ലായിരുന്നു, അല്ലെങ്കിൽ ചീത്ത പറയാറില്ലായിരുന്നു എന്ന് ആസിം ഇബ്നു അബി നജൂദ് റഹിമഹുല്ലാഹ് പറയുന്നതായി ഇമാം ദഹബി സിയറു അലാമുൻ നുബലായിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ്, അബൂ ദുജാന, ഷഖീഖ് ഇബ്നു സലമ, ഇത്തരത്തിലുള്ള നമ്മുടെ സലഫു സാലിഹീങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, അവരവരുടെ നാവിനെ നിയന്ത്രിച്ചു. ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു. എന്റെ സഹോദരങ്ങൾ, ഇത് കേൾക്കുന്ന നിങ്ങൾ ഈ ഒരു നസീഹത്ത് നിങ്ങൾ സ്വീകരിക്കണം. ആവശ്യമുള്ളതിൽ മാത്രം നാം സംസാരിക്കുക. അന്യായമായി ഒരാളുടെ വിഷയത്തിലും സംസാരിക്കാതിരിക്കുക. നമ്മെ ഇങ്ങോട്ട് തെറി വിളിച്ചു, നമ്മെ ചീത്ത പറഞ്ഞു, നമ്മൾ തിരിച്ചും പറയാ, അല്ല, മിണ്ടാതിരിക്കുക. നമ്മൾ മിണ്ടാതിരിക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചെയ്യാറുള്ളത് പോലെ ആളുകൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നിട്ട് പറയും, ഇന്നാളെ നിങ്ങളെ ചീത്ത വിളിക്കണ്ട. അദ്ദേഹം പറയും, വിളിച്ചോട്ടെ. അതല്ല എങ്കിൽ എല്ലാവരോടും പ്രതികരിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ അഹ്ലുസുന്നയുടെ അല്ലെങ്കിൽ സലഫു സ്വാലിഹീങ്ങളുടെ മാതൃകയിൽപ്പെട്ടതല്ല. അവർ അവരുടെ അമലുകൾ നമുക്ക് തരുന്നുവെങ്കിൽ എന്തിനാണ് നാം തിരിച്ചങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ നിയന്ത്രിക്കുക. ഞാൻ പൊതുവെ നമ്മുടെ സഹോദരങ്ങളോട് പറയാറുണ്ട്, ഒരു കാരണവശാലും ഇന്ന് പലരും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും ചീത്ത പറയുന്നതും എന്താ തെളിവ് പറയുക? ദീനിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോകളെ ചീത്ത വിളിച്ചാൽ നമ്മൾ തിരിച്ചു പറയും. അതിന്റെ ആവശ്യമില്ല. അവർ പറഞ്ഞോട്ടെ, പറയുന്നവർ പറയട്ടെ. അവർക്ക് എന്താണോ പറയാനുള്ളത് അവരത് പറയട്ടെ. ദഅവത്തിനെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. കളവ് പറഞ്ഞ് അവരുടെ മാർഗം എങ്ങനെയെങ്കിലും വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് വളർത്തട്ടെ. തിരിച്ചതുപോലെ നാം ചെയ്യാൻ നിന്നാൽ അവരും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ നിയന്ത്രിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. ഹാദല്ലദീ ഔറദനിൽ മവാരിദ്, ഇതാണ് എന്നെ നശിപ്പിക്കുന്നത്, ഇതാണ് എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വഹൽ യകുബ്ബു الناس في النار على وجوههم او على مناخرهم الا حصائد ألسنتهم, ജനങ്ങളെ നാളെ നരകത്തിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവരപ്പെടാൻ കാരണമാകുന്നത് അവരുടെ നാവല്ലാതെ മറ്റെന്താണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഇന്നൽ അബ്ദ ല യതകല്ലമു ബികലിമത്തിൻ മിൻ സഖത്തില്ലാ, ചിലപ്പോൾ ചില ആളുകൾ അല്ലാഹുവിന്റെ കോപം ഉണ്ടാക്കുന്ന ഒരു വാക്ക് പറയും. ലാ യുൽഖി ലഹാ ബാലൻ, അവൻ സംസാരത്തിൽ പറഞ്ഞൊരു വാക്കാണ്. ചെറിയ കാര്യമായിരിക്കും അവന്റെ കാഴ്ചപ്പാടിൽ. തഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അളീം, നിങ്ങൾ നിസാരമെന്ന് കരുതുന്ന കാര്യം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ വലിയ വിഷയമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മോട് ദ്രോഹിക്കുന്നവരാണെങ്കിൽ പോലും അള്ളാഹു പറയുന്നത് പോലെ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു വിഭാഗത്തിന് നിങ്ങളോട് ശത്രുതയുണ്ടെന്ന് കരുതി നിങ്ങൾ അനീതി കാണിക്കരുത്. വഅദിലു, നിങ്ങൾ നീതി കാണിക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക. നിങ്ങളോട് ദ്രോഹം കാട്ടിയാൽ അതേപോലെ തിരിച്ചു ചെയ്യുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചതാണെങ്കിലും പരിധി വിട്ടു പോകരുത്. അത് തന്നെ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. നിങ്ങളോട് ദ്രോഹം കാണിച്ചാൽ അതുപോലെ തിരിച്ചു ചെയ്യാം. പക്ഷേ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നിങ്ങൾക്ക് കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളുടെ വിഷയത്തിൽ, ആയിഷയുടെ വിഷയത്തിൽ അപരാധം പറഞ്ഞ ആളുകൾ, വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞ ആരോപിച്ച ആളുകൾ, അവർക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകുന്ന സഹായം നിർത്തി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ ആയത്തുകളൊക്കെ ഇറക്കി മാപ്പൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അല്ലാഹു പറയുന്നു, വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അല്ലാഹു നമുക്ക് മാപ്പ് നൽകുമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നാം നിയന്ത്രിക്കുക. ഒരു കാരണവശാലും അന്യായമായി നമ്മൾ സംസാരിക്കരുത്. നമ്മെക്കുറിച്ച് ആളുകൾ കളവ് പറഞ്ഞാൽ, നമ്മുടെ ദഅവത്തിനെ കുറിച്ച് ആളുകൾ കുറ്റം പറഞ്ഞാൽ, നമ്മുടെ ദഅവത്തിനെ കുറിച്ച് ആളുകൾ കളിയാക്കിയാൽ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ അവർ ചെയ്തുകൊള്ളട്ടെ. വഇൻദല്ലാഹി തജ്തമിഉൽ ഖുസൂമു. റബ്ബിന്റെ മുന്നിലെത്തിയാൽ അവിടെ ഒരു വിചാരണ വരാനുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്ത് പറഞ്ഞാലും അതൊക്കെ രേഖപ്പെടുത്തി വെക്കും. എന്തൊക്കെ പറഞ്ഞാലും അത് രേഖപ്പെടുത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബു ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ. അല്ലാഹുവിന്റെ മുന്നിൽ നാം ഓരോരുത്തരും നിൽക്കേണ്ടി വരും. ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരോ സഹോദരങ്ങളും റബ്ബിന്റെ മുന്നിൽ നിൽക്കണം. ഫയുകല്ലിമുഹു, അല്ലാഹു അവരോട് സംസാരിക്കും. ലൈസ ബൈനഹു വബൈനഹു തുർജുമാൻ, അതിനിടയിൽ ഒരു മധ്യസ്ഥനില്ല, പരിഭാഷകനില്ല. നേരിട്ട് റബ്ബ് നമ്മോട് ചോദിക്കും, നീ ഇന്നത് ചെയ്തിട്ടുണ്ടോ, നീ ഇന്നത് ചെയ്തിട്ടുണ്ടോ, നിന്റെ നാവ് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വായക്ക് അള്ളാഹു സീൽ വെക്കും, കൈകൾ സംസാരിക്കും. വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും, നമ്മുടെ കാലുകൾ സാക്ഷ്യം പറയും, കൈകൾ സംസാരിക്കും. റബ്ബിന്റെ കോടതിയിലുള്ള വിചാരണയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരു കാരണവശാലും അന്യായമായി സംസാരിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞത്, ഒന്നാമത്തേത്, നിങ്ങൾ തൗബ ചെയ്ത് നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കുക. സ്വയം ആത്മവിചാരണ നടത്താൻ നാം തയ്യാറാവുക. നമ്മുടെ ന്യൂനതകൾ ശരിയാക്കാൻ നാം ശ്രമിക്കുക. നമ്മുടെ തെറ്റുകൾ നന്നാക്കാൻ നാം ശ്രമിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിന്റെ കിതാബ് സുഹ്ദിൽ ഉദ്ധരിച്ചതായി കാണാം, യുബ്സിറു അഹദുകുമുൽ ഖദാത ഫീ ഐനി അഖീഹി വലാ യുബ്സിറുൽ ജദഅ ഫീ ഐനിഹി മുഅ്തരിള. തന്റെ സഹോദരന്റെ കണ്ണിലുള്ള കരടുകൾ കാണാൻ പലർക്കും വലിയ താല്പര്യമാണ്. പക്ഷേ സ്വന്തം കണ്ണിലുള്ള വലിയ മടലുകൾ കാണുക, അല്ലെങ്കിൽ അവരത് കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ ആക്ഷേപിച്ചതായി നമുക്ക് കാണാം.